ഹലോ, വെൽക്കം ടു റിച്ചൂസ് ബുട്ടീക്ക്. ഇന്നത്തെ വീഡിയോയിൽ ചെയ്തേക്കുന്നത് വളരെ നന്നായിട്ട് നല്ല എലഗൻ്റായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഹാൻഡ് എംബ്രോയ്ഡറി ബ്ലൗസിലാണ് ചെയ്തിരിക്കുന്നത്, സാരി ബ്ലൗസിൽ. അപ്പം രണ്ട് സ്ലീവിലും ബാക്കിലും അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ വിസിബിളായിട്ടുള്ള ഏരിയയിലും ഫ്രണ്ടിൻ്റെ ആ റൈറ്റ് ആമിൻ്റെ അവിടെയായിട്ടും ചെയ്തെടുത്തേക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കയ്യിൽ ചെയ്തേക്കുന്ന ഇതിൻ്റെയാണ് വീഡിയോ എടുത്തേക്കുന്നത്, എംബ്രോയ്ഡറിയുടെ വീഡിയോ ആണുള്ളത്. അപ്പോൾ കയ്യിൽ ആദ്യം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിൽ ആരി വർക്കാണ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ആരി വർക്ക് ചെയ്യാൻ അറിയില്ല എന്നാണെങ്കിൽ 3 മുത്ത് മാത്രം കോർത്ത് അവസാനത്തെ മുത്തിൻ്റെ ഇടയിൽ കൂടെ ഒന്നും കൂടെ സൂചിനെ എടുത്ത് വീണ്ടും കയറ്റി എടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടൈറ്റായി, ആരി വർക്ക് അറിയില്ലാത്തവർക്കായിട്ട്. അല്ലാന്നാണെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും നിൽക്കും, പക്ഷെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്നാലും ഒന്നും കൂടി ഒന്ന് കോർത്ത് കൊടുക്കണം. കാരണം പശ വിട്ട് പോന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഓരോരോ മുത്ത് വെച്ച് കോർത്തെടുത്താലും അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം ഇങ്ങനെ എല്ലായിടത്തേക്കും ഡിസൈൻ വരുന്ന രീതിയിലൊന്നാണ്, അതുകൊണ്ട് ഇങ്ങനത്തെ രീതിയിൽ ഞാൻ വരച്ചു കൊടുത്ത് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിൽ ബുളിയൻ ഫ്ലവറാണ് ചെയ്തത്. ബുളിയൻ ഫ്ലവർ ചെയ്യാനായിട്ട് ഫസ്റ്റുള്ള സ്റ്റെപ്പിൽ 5 പ്രാവശ്യം ചുറ്റിയെടുക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ ചുറ്റിയെടുത്തതിൻ്റെ ചുറ്റിനും വരുന്ന രീതിയിലാണ്. അതൊരു 30 പ്രാവശ്യം നമ്മൾ സൂചിയുടെ ചുറ്റുമായിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കണം. ബുളിയൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ ആ ചെയ്തെടുത്തേക്കുന്നതിന് വന്ന് ആ തുണിയായിട്ട് വിട്ടു പോരാതെ ഒട്ടിയിരിക്കാനായിട്ട് ഒന്നും കൂടെ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ രണ്ടാമത്തെ വലിയ ലെയർ ആയതുകൊണ്ട് തന്നെ അത് പൊങ്ങി പോരാനുള്ള ചാൻസ് കൂടുതലാണ്. ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ മേലെയായിട്ട് അടുത്ത പെട്ടിൽ തുടങ്ങാനായിട്ട് നമ്മൾ സൂചി കൊണ്ട് കുത്തിയെടുക്കുക. എന്നിട്ട് ഇതിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യും. വലിയ പൂവായിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ 12ഓ 15ഓ ലെയറിലെടുക്കാം. പിന്നെ ചെറിയ പൂവായിട്ട് ചുറ്റിനും വേണമെന്നാണെങ്കിൽ 8 എടുത്താൽ ധാരാളം മതി. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അല്ലികൾ കിട്ടും. 8 അല്ലിയാണ് എടുക്കുന്നത്, ഒത്തിരി അല്ലികൾ കിട്ടും. 12 to 15 ഇടയിലുള്ളതാണെങ്കിൽ അല്ലികളുടെ എണ്ണം കുറവായിരിക്കും, പക്ഷെ രണ്ട് കാണുന്ന ഭംഗിയുണ്ട്. സോ അതുപോലെ കുത്തി എടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്ന്, അടുത്ത പെറ്റൽ തുടങ്ങേണ്ടത് ആദ്യം നിർത്തിയ പെറ്റലിൻ്റെ പകുതിയിൽ നിന്ന് വേണം തുടങ്ങാൻ, എന്നാലാണ് ആ ഫ്ലവർ കംപ്ലീറ്റ് ആവുള്ളൂ. സോ എപ്പോഴും പകുതിയിൽ നിന്ന് മാത്രം തുടങ്ങി എടുക്കാം. അതുപോലെ എപ്പോഴും നമ്മൾ ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കുകയും വേണം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക്സ് ചെയ്ത് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലത്തെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരുന്നതാണ്. ഇനി ഇതല്ല, ഞങ്ങളുടെ കയ്യിൽ കുറേ സ്റ്റോക്കായിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും വർക്ക് ചെയ്താണ് വേണമെങ്കിൽ അങ്ങനെയും മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ വർക്ക് ചെയ്തതിന് ഇവിടെ നിന്നുള്ള ഫാബ്രിക് മാത്രമാണ് എടുക്കണമെന്ന് ചോദിച്ചാൽ അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ തുണിയിൽ വർക്ക് ചെയ്ത് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിലും അത് കൊറിയർ ചെയ്താൽ മതി. അതിലും വർക്ക് ചെയ്ത് ഇതുപോലെ തന്നെ തിരിച്ചയച്ചു തരുന്നതാണ്. ഇനി ഇതിൽ ഒട്ടിക്കാനായിട്ട് പശ എടുത്തു, ഫാബ്രിക്കിലും എടുത്തു, അതുപോലെ തന്നെ ഒട്ടിക്കാനുള്ള സ്റ്റോണുകളും എടുത്തു. ഞാൻ ഡിസൈൻ്റെ അവിടെ ഇവിടെയും അതുപോലെ ആ വള്ളി എത്തി നിൽക്കുന്നതിൻ്റെ അടുത്തുമായിട്ട് ഇതുപോലെ തന്നെ മുത്തങ്ങ് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇതുപോലെ എല്ലാത്തിലും പുറത്ത് കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എവിടെയൊക്കെ എംറ്റി ആയിട്ട് തോന്നുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം ഒട്ടിച്ചു കൊടുത്താൽ മതി. കാണാനൊന്നും കൂടെ ഭംഗി എപ്പോഴും കൂടി തന്നെ നിൽക്കും. ഇനി ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിന് ചുറ്റും ഇതുപോലെ തന്നെ സീപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നേയായിട്ട് നമുക്ക് ഇലകൾ കൊടുക്കാം. ഒട്ടിച്ച് വെച്ചതൊന്ന് ഉണങ്ങാൻ വെച്ചിട്ട് ഇലകൾ ചെയ്തെടുക്കാം. ഇലകൾ ചെയ്യാനായിട്ട് ഡാർക്ക് ഗോൾഡൻ കളറാണ് എടുത്തേക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഫിഷ് ബോൺ സ്റ്റിച്ച് തന്നെയാണ്. ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം അപ്പുറത്തുനിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നും കണക്ട് ചെയ്തെടുക്കുന്ന പോലെ.
ഞാൻ ഒട്ടിച്ച് കൊടുത്തതിന് ആ സ്റ്റോൺസിൻ്റെ ചുറ്റും ഇതുപോലെ ബീഡ്സ് ചുറ്റും വച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബ്രേസ്ലെറ്റ് ഷോപ്പ് കൂടെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബ്രേസ്ലെറ്റ്സോ എല്ലാം ചെയ്യുന്നു എങ്ങനെയാണെങ്കിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം കൊച്ചു പിള്ളേർക്ക് കെട്ടാവുന്ന രീതിയിലുള്ള എല്ലാ മോഡൽസിനും ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അതിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സെയിം നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി.